10th Standard New Textbook Geography 3rd Chapter From the Rainy Forest to the Land of Permafrost മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് പാർട്ട് 2 ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ 1. വർഷം മുഴുവൻ താപനില ഏറെക്കുറെ ഒരേപോലെയാണ്. 2. കാലികമായും ദൈനികമായും താപനിലയിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാകാറില്ല. മാസിക ശരാശരി താപനിലയും വാർഷിക ശരാശരി താപനിലയും ഏതാണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ശൈത്യകാലം അനുഭവപ്പെടാറില്ല. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായാണ് പതിക്കുന്നത്. അതിനാൽ വർഷം മുഴുവൻ ഉയർന്ന അളവിൽ സൂര്യപ്രകാശം ലഭിക്കുകയും ഉയർന്ന താപനിലയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 4. പ്രഭാതത്തിൽ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നതെങ്കിലും ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു. ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ചകഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു. 5. വർഷം മുഴുവൻ കനത്ത മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. ഏകദേശം 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടുത്തെ വാർഷിക മഴ. ഉയർന്ന താപനില, ഉയർന്ന ബാഷ്പീകരണ തോത് എന്നിവയാണ് കനത്ത മഴയ്ക്ക് കാരണം. സംവഹനവൃഷ്ടി കൂടാതെ ചിലയിടങ്ങളിൽ ശൈലവൃഷ്ടിയും ലഭിക്കാറുണ്ട്. ഇന്തോനേഷ്യയിലെയും ആഫ്രിക്കയിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് ശൈലവൃഷ്ടി ലഭിക്കുന്നത്. 6. നിർവാത മേഖലയിലെ വായുപ്രവാഹങ്ങളുടെ സംയോജനം മൂലം ഉണ്ടാകുന്ന അന്തരീക്ഷ അസ്വസ്ഥതകൾ ഇടവിട്ടുള്ള നേരിയ ചക്രവാതവൃഷ്ടിക്കും ചിലപ്പോൾ കാരണമാകാറുണ്ട്. എല്ലാ മാസവും മഴ ലഭിക്കുന്ന ഇവിടെ മൺസൂൺ കാലാവസ്ഥയിലേതുപോലെയോ സാവന്ന പ്രദേശങ്ങളിലേതുപോലെയോ ഒരു പ്രത്യേക വരണ്ട കാലം അനുഭവപ്പെടുന്നില്ല.